നമസ്കാരം. ഇക്കൊല്ലത്തെ ആറ്റുകാൽ പൊങ്കാല CPM ചരിത്രത്തിലാദ്യമായി സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കിയ പൊങ്കാലയായിരിക്കും. കാരണം 45 കൊല്ലം കയ്യിലിരുന്ന നഗരസഭാ ഭരണം ജനങ്ങൾ BJPയെ ഏൽപ്പിച്ചതിന് ശേഷം നടന്ന ആദ്യ പൊങ്കാലയിൽ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താനായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് BJPയെ പിടിച്ചുകെട്ടാനുള്ള വകയായല്ലോ. പക്ഷേ CPM കേന്ദ്രങ്ങൾ ഇതിൽ നിരാശരായി. നല്ല വെടിപ്പായി തന്നെ പൊങ്കാല നടന്നു. ഇടയ്ക്ക് കുടിവെള്ള പ്രശ്നമൊക്കെ വന്നെങ്കിലും ടാങ്കർ കണക്കിന് വെള്ളം എത്തിച്ച് നഗരസഭയും ജനങ്ങളും ചേർന്ന് ആ പ്രശ്നം പരിഹരിച്ചു. ഫെബ്രുവരി 17 തന്നെ പൊങ്കാല നടക്കേണ്ട റോഡുകളുടെ ടാറിംഗ് പൂർത്തിയാക്കി. ഇത്ര നേരത്തെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട മരാമത്ത് പണികൾ പൂർത്തിയാക്കിയത് ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. പൊങ്കാലയ്ക്ക് ശേഷം നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ കൃത്യം 8:30 തന്നെ നഗരം ശുചിയായി. 811 ടൺ മാലിന്യങ്ങളും 180 ലോഡ് ചുടുകല്ലുകളും രാത്രിയോടുകൂടി തന്നെ വണ്ടി കയറി. എല്ലാം പെർഫെക്റ്റായി ക്ലീനാക്കി ജനം മേയർക്ക് കൈയടിച്ചു. പക്ഷേ ചില കാര്യങ്ങൾ ഇവിടെ വർഷങ്ങളായി ക്ലീൻ അല്ല. പൊങ്കാലയുടെ മറവിൽ നമ്മൾ ആരും അറിയാതെ നഗരത്തിൽ നടന്നുകൊണ്ടിരുന്ന പാർക്കിംഗ് കൊള്ള ഇക്കൊല്ലം പുറം ലോകം അറിഞ്ഞു. സ്വകാര്യ വ്യക്തികളും മാഫിയ സംഘങ്ങളും ഇത്തരം കൊള്ള നടത്തുന്നത് മനസ്സിലാക്കാം. പക്ഷേ ഒരു സർക്കാർ സ്കൂളിൻ്റെ PTA തന്നെ ഇതേ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പാർക്കിംഗ് ബിസിനസ് നടത്തി ലക്ഷങ്ങൾ തട്ടുന്നത് പുറം ലോകത്തെ അറിയിക്കാനും മേയർക്ക് കഴിഞ്ഞു. PTA പ്രസിഡന്റ് കർണനെയും അംഗം ഹാഷിമിനെയും പോലീസ് മേയറുടെ പരാതിയിന്മേൽ അറസ്റ്റ് ചെയ്തു. ഇതേ സ്കൂളിൻ്റെ മരങ്ങൾ മുറിച്ചു വിറ്റും തട്ടുകട നടത്താൻ സ്കൂൾ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തും PTA പണമുണ്ടാക്കുന്നുവെന്ന് ഇന്ന് മേയർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. മാത്രമല്ല സ്കൂളിൻ്റെ സ്ഥലം സ്വകാര്യ വ്യക്തിക്ക് കോടികൾ വാങ്ങി മറിച്ചു വിൽക്കാനും ഇവർ ശ്രമിച്ചു. പ്രാദേശിക CPM നേതാക്കളാണ് ഈ പറയുന്ന PTA പ്രസിഡന്റും അംഗവും. നടന്നത് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ മൂക്കിന് താഴെ. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഗാന്ധി പാർക്കിലും നടക്കുന്നത് അനധികൃത പാർക്കിംഗ് ആയിരുന്നു. തെളിവടക്കം പിടികൂടിയത് മേയർ നേരിട്ട്. 2023 തന്നെ കരാർ കാലാവധി അവസാനിച്ചിട്ടും കരാറുകാരൻ പാർക്കിംഗ് ഫീസ് പിരിക്കുന്നത് തുടർന്നു. പാർക്കിങ്ങിന്റെ പേരിൽ തീവെട്ടി കൊള്ള നടത്തി. ഇതിനോടകം കോടികൾ വിഴുങ്ങി. ഈ കൊള്ള മുഴുവൻ നടന്നത് മുൻ ഭരണസമിതിയുടെ ഭരണകാലത്ത്. മഴ പെയ്തപ്പോഴുണ്ടായ വെള്ളക്കെട്ടിൻ്റെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചും പൊങ്കാല കഴിഞ്ഞ് നിമിഷങ്ങൾക്കകമുള്ള റോഡുകളുടെ ഫോട്ടോ എടുത്തും മേയർക്കെതിരെ വ്യാജ പ്രചരണം നടത്തിയ CPM ഹാൻഡിലുകൾ മേയറുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ മിണ്ടാട്ടമില്ലാതായി. ഒരു സർക്കാർ സ്കൂളിനെ കുറിച്ച് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും മിണ്ടാട്ടമില്ല. മേയർ VV രാജേഷിൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇതാ. ഈ പാർക്കിങ്ങിൻ്റെ കാര്യം വളരെ ഗൗരവമായി നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് ഞങ്ങളുടെ മുൻപിരുന്ന നടന്ന പൊങ്കാലയുടെ തയ്യാറെടുപ്പിൽ ഒരു ചർച്ചയിലും ഈ പാർക്കിംഗ് വിഷയം അങ്ങനെ സജീവമായിട്ട് അതിൻ്റെ പേരിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചയിൽ വരാത്തതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റോ രൂപീകരിക്കാനൊന്നും സാധിച്ചില്ല. എന്നാൽ യാദൃച്ഛികമായി ക്ഷേത്രത്തിൽ പോയിട്ട് തലേദിവസം ഉച്ചയ്ക്ക് ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ പോയി അതിനുശേഷം മേയർ മടങ്ങുന്ന സമയത്താണ് ഒരു കൊല്ലത്തുള്ളൊരു ഡ്രൈവർ, അദ്ദേഹം ടാക്സി ഡ്രൈവർ കൈ കാണിച്ച് നിർത്തിയിട്ട് ഒരു റെസീപ്റ്റ് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് അനധികൃതമായി പണം വാങ്ങുന്നു. ആ റെസീപ്റ്റ് ഞാൻ വാങ്ങി നോക്കിയപ്പോൾ തന്നെ 200 പ്രിൻറ്റ് ചെയ്തിട്ട് പേന വെച്ച് വെട്ടിയിട്ട് 400 എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് ഐരാണിമുട്ട ഹോമിയോ കോളേജിനടുത്താണ്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഞങ്ങൾ നേരിട്ട് പോയി ചോദിച്ചപ്പോൾ ഒരു ലൈസൻസോ പെർമിഷനോ എടുത്തിട്ടില്ല. പെർമിഷനോ എടുക്കാതെ തലേദിവസം അല്ല 2 ദിവസം മുമ്പ് ഒരു 50 രൂപയാണ് കാറിന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പോലീസുകാരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് 2 ദിവസം മുമ്പ് ഒരു 50 രൂപ വാങ്ങിച്ചുകൊണ്ടിരുന്നിട്ട് അമ്പലത്തിൽ തിരക്ക് കൂടിയപ്പോഴേക്കും 200 ആക്കി, പിന്നെ 400 ആക്കി. ഒരു ഓൾട്ടോ കാറിന് 400 രൂപയാണ് വാങ്ങുന്നത്. ഉടൻ തന്നെ അവിടെ ഇടപെട്ട് പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു. പിന്നെ ആ കാറുകൾ അത്രയും എടുത്ത് അപ്പോൾ പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഗതാഗത കുരുക്കും, വന്നവർക്കൊരു വിഭ്രാന്തി. വനിതകളൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ, അവർക്ക് തിരിച്ച് വാഹനം അന്വേഷിച്ച് പോകുമ്പോൾ കാണാൻ പറ്റില്ല. പരിഭ്രാന്തി കൂടുമെന്നുള്ളത് കൊണ്ട് കൃത്യമായിട്ടുള്ള എല്ലാ ആക്ഷനും ആ സമയത്ത് എടുക്കാൻ പരിമിതിയുണ്ട്. കാര്യം വലിയൊരു പൊങ്കാല ഉത്സവം നടക്കുകയാണ്. പിന്നെ അത് വാർത്തയായി കഴിഞ്ഞാൽ വരാൻ പോകുന്ന ആൾക്കാരൊക്കെ പരിഭ്രാന്തിയിലാവും. ആ ഡ്രൈവർമാരൊക്കെ ആയിട്ടൊരു ധാരണ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അധികമായി വാങ്ങിയ മുഴുവൻ പണവും അപ്പോൾ തന്നെ ആ വ്യക്തിയെ കൊണ്ട് തിരിച്ചു കൊടുത്തു. അതിനുശേഷം 1 മണിക്കൂറിനുള്ളിൽ അവിടെ നിശ്ചയിച്ച തുക ബോർഡ് എഴുതി വെക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ തന്നെ നേരിട്ട് പോയി വെരിഫൈ ചെയ്തപ്പോൾ ആ ബോർഡ് അവിടെയുണ്ട്. പോലീസുകാരോട് അത് മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം അവിടെ ആ നിശ്ചയിച്ച തുകയാണ് വാങ്ങിയത്. എന്നാൽ അതിനുശേഷം അന്ന് രാത്രി ഒരു വിവരം കിട്ടി. ഞാനത് അടുത്ത ഘട്ടമായിട്ട് പറയാം. ഇന്നലെ നടന്ന സംഭവം നിങ്ങളൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് അപ്പോൾ ഈ ഐരാണിമുട്ടത്ത് പാർക്കിംഗ് കാര്യത്തിൽ കോർപ്പറേഷൻ ഇടപെട്ടത് അറിഞ്ഞുകൊണ്ട് പല ഭാഗത്തുനിന്നും കോളുകൾ വന്നു. പൊങ്കാലയുടെ തലേദിവസം രാത്രി ഒരു 7:30 മണിയായപ്പോൾ ഡെപ്യൂട്ടി മേയർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
തിരുവനന്തപുരത്ത് 2 സ്ഥലങ്ങൾ ഡെപ്യൂട്ടി മേയർക്ക് കോൾ വന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുള്ള 2 സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ അവിടെ ഒന്ന് പറഞ്ഞത് ഈഞ്ചക്കലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഡെപ്യൂട്ടി മേയർക്ക് കോൾ വന്നു. അവിടെ വ്യാപകമായി കൊള്ള നടക്കുകയാണെന്ന് പറഞ്ഞു. എന്നാൽ അവിടേക്ക് ഉദ്യോഗസ്ഥരെ വിടാനോ മേയർക്ക് എനിക്കെത്താനോ പറ്റില്ല. ആശാനാഥ് ആ ഭാഗത്തായിരുന്നു, പാപ്പനംകോട് ഭാഗത്തായിരുന്നു. ആശാന് വേറെ ഡ്യൂട്ടി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ ഈ കേന്ദ്രങ്ങൾ നേരിട്ടെത്തി പരിശോധിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. രാത്രി ഓരോ നിമിഷവും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നലെ രാവിലെ ഒരു വാർത്ത, സെക്രട്ടറിയും മേയറും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കൂടെ ഒരുമിച്ച് ഇന്നലെ രാവിലെ യാത്ര ചെയ്യുന്ന സമയത്ത് വന്നൊരു വാർത്ത, നമ്മുടെ SMB സ്കൂളിൽ അവിടെ പാർക്കിങ്ങിന് വേണ്ടി അനധികൃതമായി പണം പിരിക്കുന്ന വാർത്ത വന്നു. ഞങ്ങൾ നേരെ അവിടെ പോയി. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും കണ്ടത് വളരെ ഗുരുതരമായ ക്രമക്കേട് നടക്കുന്നതായിട്ടാണ്. അതായത് ഒരു കൂപ്പൺ, നിങ്ങളൊക്കെ ഇന്നലെ വാർത്ത കൊടുത്തപ്പോൾ കണ്ടു കാണും. ആ കൂപ്പണിൽ സ്കൂൾ ഡെവലപ്മെൻറ്റ് PTA ഡെവലപ്മെൻറ്റ് ഫീസ്, സ്കൂൾ ഡെവലപ്മെൻറ്റ് ഫീസ് PTA അങ്ങനെ മാത്രമേ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളൂ. എമൗണ്ട് ഒന്നും പ്രിൻറ്റ് ചെയ്തില്ല. വരുന്ന വാഹനങ്ങൾക്ക് ഒരു ബസ് 8 മണിക്ക് വന്നു, ഉച്ചയ്ക്ക് 2 മണി വരെ ഇടുന്ന 1000 രൂപയാണ് ആ ബസ്. 50 പേര് വരുന്ന ഒരു ബസ്സിന് 1000 രൂപ. പിന്നെ കാറിന് 200 രൂപ, 300, 500, 750 ഇങ്ങനെ വാങ്ങുന്നു. PTA പ്രസിഡന്റ് ഒരു കർണൻ എന്നൊരാളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോഴേക്കും ഒരു ഹാഷിമാണ് അദ്ദേഹത്തോടൊപ്പം എക്സിക്യൂട്ടീവ് മെമ്പർ. ഹാഷിമിനെ ആദ്യം വിളിച്ചപ്പോൾ അവിടെയെങ്കിലും വന്നില്ല, രംഗത്ത് വന്നില്ല. ഒടുവിൽ ഹാഷിം രംഗത്ത് വന്നു. പ്രിൻസിപ്പലിനോട് HMനോട് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹത്തിൻ്റെ ഏൽപ്പിച്ച പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നഗരത്തിൻ്റെ വേറൊരു ഭാഗത്തായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനും ഇക്കാര്യം അറിയില്ല. അദ്ദേഹത്തിന് നേരത്തെ തന്നെ SMB സ്കൂളിലെ PTA പ്രവർത്തനത്തെക്കുറിച്ച് കാര്യമായിട്ടുള്ള പരാതിയുണ്ട്. അദ്ദേഹം രേഖാമൂലം ആ പരാതി നൽകിയിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ തന്നെ അന്വേഷിക്കുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൽ അറിഞ്ഞിട്ടില്ല, HM അറിഞ്ഞിട്ടില്ല. ഈ കർണനും ഹാഷിമും കൂടെയാണ് പിരിക്കുന്നത്. അവിടെ നിന്ന് എല്ലാ വാഹനത്തിൻ്റെ ഉടമസ്ഥരും വന്നു. അവരുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെ പണം കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുമായിരുന്നത് ഈ ഹാഷിമിനെ വിളിക്കുമ്പോൾ ഹാഷിമിൻ്റെ പോക്കറ്റിൽ പൈസ ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഈ പൈസ മുഴുവൻ തിരിച്ചു കൊടുക്കാൻ പറ്റും. കാരണം ഇത് സർക്കാർ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ്. ഒരു കാരണവശാലും അവിടെ പണപ്പിരിവ് നടത്താൻ പാടില്ല. ഈ റെസിപ്റ്റിൽ കോർപ്പറേഷൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ ഒരു സീലോ ഒപ്പോ ഒന്നുമില്ല. അപ്പോൾ വ്യാജ രേഖകൾ നിർമ്മിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥലത്ത് ക്ഷേത്രത്തിൽ ആരാധനയ്ക്ക് വന്നവരുടെ കയ്യിൽ നിന്നും പണപ്പിരിവ് നടത്തുന്ന ഗുരുതരമായ ക്രമക്കേടാണ് അവിടെ PTAയുടെ പേരിൽ ചെയ്തിരിക്കുന്നത്. സ്വന്തം മക്കൾ പഠിക്കുന്ന സ്കൂളിൽ അവരുടെ കെയർ ഓഫിൽ PTA പ്രസിഡൻറ്റ് മെമ്പറുമായ ആൾക്കാരാണ് അവർ. ഉടൻ തന്നെ SHOയുമായി ബന്ധപ്പെട്ടു. അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വന്നു, അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. സെക്രട്ടറി, ഔദ്യോഗികമായിട്ട് സെക്രട്ടറി കോർപ്പറേഷന് വേണ്ടി കംപ്ലയിൻറ്റ് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഇന്ന് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിനും ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും PTAക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറക്കാൻ വേണ്ടി കത്തയക്കും. ഇന്നലെ സംഭവം നടന്ന ഉടൻ തന്നെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയെ ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു. അദ്ദേഹവുമായി സംസാരിക്കാൻ അപ്പോൾ സാധിച്ചില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും വളരെ നല്ല സമീപനമാണ് ഇക്കാര്യത്തിൽ. അതായത് കർശനമായ ആക്ഷൻ ഇക്കാര്യത്തിൽ എടുക്കണം എന്നുള്ള നിലപാടാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും ഉണ്ടായത്. ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പും ഗവൺമെൻറ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അനുവദിക്കാൻ പാടില്ല എന്നുള്ള നിലപാടാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. പൊങ്കാലയുടെ തലേദിവസം രാത്രി ഒരു പരാതി മേയർക്ക് കിട്ടിയത് കോർപ്പറേഷൻ്റെ ഉടമസ്ഥയിലുള്ള ഗാന്ധി പാർക്കിൽ കോർപ്പറേഷൻ മുൻ ഭരണസമിതികൾ ആ ഗാന്ധി പാർക്ക് കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ പാർക്കിംഗ് നടത്തുന്ന ആൾ ഒരു കാറിന് 750 രൂപ വാങ്ങിച്ചു വാടക ഒരു ദിവസം ഇടുന്നതിന്. ആലോചിച്ച് നോക്കുക, 750 രൂപ ഒരു കാർ ഒരു ദിവസം ഇടുന്നതിന്. അപ്പോൾ രാത്രി 12:30 മണിക്കാണ് ഈ വിവരം. 12:30 മണിക്ക് സിറ്റിയുടെ പല ഭാഗത്തും ഇങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, വെള്ളമുണ്ടോ, വെളിച്ചമുണ്ടോ എന്നൊക്കെ അറിയാനും ജനങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ രാത്രി മുഴുവൻ യാത്രയിലായിരുന്നു. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് ഒരു സ്ഥലത്തു നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1 മണിക്ക് തന്നെ, അരമണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങളവിടെ എത്തി, പുത്തരിക്കണ്ടത്ത് എത്തിയതിന് ശേഷം ആ വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്തു. ആ വ്യക്തിയെ വിളിച്ചുണർത്തി, രാത്രി 1 മണിക്ക് വിളിച്ചുണർത്തി അദ്ദേഹത്തുമായി സംസാരിച്ചപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു 750 രൂപയാണ് കാറിന് വാങ്ങിച്ചതെന്ന്. ഞാൻ അദ്ദേഹത്തിന് ചെയ്യുന്ന ഒറിജിനൽ റെസിപ്റ്റ് കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള പാർക്കിംഗ് ഗ്രൗണ്ടിൽ കോൺട്രാക്ടർ വാങ്ങിയതാണ്. ഒരു ദിവസത്തേക്ക് 750 രൂപ കാറിന് വെഹിക്കിൾ നമ്പർ 9223 9223 എന്ന് പറയുന്ന ബെലനോ കാറിന് വാങ്ങിയത് 750 രൂപയാണ്. അപ്പോൾ അവിടെ വന്ന വാഹനങ്ങൾക്കൊക്കെ ഞങ്ങൾ നേരത്തെയും ഗാന്ധി പാർക്കിൻ്റെ പേരിൽ ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷേ ഞങ്ങൾ കൃത്യമായ തെളിവുകൾ തേടി നടക്കുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ
കോർപ്പറേഷൻ സെക്രട്ടറി കൃത്യമായ തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ സെക്രട്ടറിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ആലോചിച്ചിട്ട് ഗാന്ധി പാർക്കുമായി ബന്ധപ്പെട്ട് മുൻ ഭരണസമിതികൾ കൊടുത്ത കോൺട്രാക്റ്റിൻ്റെയൊക്കെ കോപ്പി ഞങ്ങൾ ഇന്ന് എടുത്തു. ഇന്നലെ പൊങ്കാല കഴിഞ്ഞ് ഒന്ന് രാവിലെ തന്നെ വന്നിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു രാധാകൃഷ്ണൻ്റെ പേരിലാണ് ഈ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത്. മണക്കാട് ഭാഗത്തുള്ള രാധാകൃഷ്ണൻ്റെ പേരിലാണ് ഈ കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം കോർപ്പറേഷനുമായി ചേർന്നുള്ള കരാറുകൾ കൃത്യമായിട്ട് പാലിക്കാത്തത് കൊണ്ട് കോർപ്പറേഷൻ്റെ ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി 2023 തന്നെ അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തിരുന്നു. അദ്ദേഹം അതിനെതിരെ ഹൈക്കോടതിയിൽ കേസുമായിട്ട് പോയി. ഹൈക്കോടതി അക്കാര്യത്തിൽ തീരുമാനമെടുത്തില്ല. അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ മൂന്നാമത്തെ ഗഡു കോർപ്പറേഷൻ അടയ്ക്കാത്തതുകൊണ്ട് 2023 തന്നെ രാധാകൃഷ്ണൻ്റെ കോൺട്രാക്റ്റ് ഇൻവാലിഡ് ആയി കഴിഞ്ഞു. അതേ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ജോലിക്കാരുമാണ് ഇപ്പോഴോടെ പണം പിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ കരാറുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഞങ്ങൾ കൂടുതൽ നടപടികളിലേക്ക് കിടക്കുക. അപ്പോൾ ഇന്ന് ഇപ്പോൾ നിലവിൽ അദ്ദേഹം കോൺട്രാക്ടർ ഞങ്ങൾ ഇന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ വ്യക്തിയെ ഗാന്ധി പാർക്കിൽ നിന്നും പുറത്താക്കണമെന്നും 2023 മുതൽ അനധികൃതമായി പണപ്പിരിവ് നടത്തി തെളിവുൾപ്പെടെ പിടിച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നും ക്രിമിനൽ കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ പൊതുസമൂഹത്തോട് പറയുകയാണ്, ഇനി മുതൽ കോൺട്രാക്ടർമാരല്ല, ഞങ്ങളൊരു താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തുകയാണ്. ഇദ്ദേഹത്തെ ഇന്ന് തന്നെ അവിടെ നിന്ന് പുറത്തിറക്കണമെന്നും അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നും ഈ പണം വാങ്ങിച്ചവരുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്, 750 രൂപ വാങ്ങിച്ചവരുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇവരെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് സിറ്റി പോലീസ് കമ്മീഷൻ കത്ത് കൊടുക്കാൻ കോർപ്പറേഷൻ. അപ്പോൾ ഞാൻ ഈ SMV സ്കൂള് ഇപ്പോൾ ഇത് വന്ന പശ്ചാത്തലം പറയാം. ഈ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ പറയാം. SMV സ്കൂളിൽ കഴിഞ്ഞ കുറേ കാലമായി അവിടുത്തെ PTA നടത്തുന്ന ക്രമവിരുദ്ധമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിദ്യാഭ്യാസ വകുപ്പും പോലീസും അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് ചുമതലയെടുത്തതിന് ശേഷം ശ്രീ ചെമ്പഴന്തി ഉദയൻ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യാത്ര ചെയ്യുന്നുണ്ട്, നിരന്തരം യാത്ര ചെയ്യുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുവാനും അവിടുത്തെ HMമാരുടെ മീറ്റിങ്ങൊക്കെ അദ്ദേഹം വിളിച്ചു. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് അവിടെ ഉണ്ടായിരുന്ന SMV സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു തേക്കിൻ വൃക്ഷം വർഷങ്ങൾക്കോ എത്ര മാസവും മുറിച്ചു മാറ്റി, ഒരു വർഷത്തിനുള്ളിൽ അതിനെ വലിയ വില വരുന്ന ഒരു തേക്കിൻ്റെ വൃക്ഷം അവിടെ നിന്ന് മുറിച്ച് കടത്തിയിട്ടുണ്ട്. ബ്ലൈൻഡ് സ്കൂളിൽ നിന്ന് ചന്ദനത്തടി മുറിച്ച് കടത്തിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പോലീസും വിദ്യാഭ്യാസ വകുപ്പും അന്വേഷിക്കണം. ഇതിനൊക്കെ PTAക്ക് ആരാണ് അധികാരം കൊടുത്തത്? അന്വേഷിക്കണം. അതൊക്കെ അങ്ങനെ വിടാൻ പറ്റില്ല. മറ്റൊന്ന്, ഒരു 2 ആഴ്ച മുമ്പ് മേയറെ കാണാനായിട്ട് തിരുവനന്തപുരത്തെ ഒരു ബിസിനസ് നടത്തുന്ന വലിയൊരു വ്യവസായിയാണ്. അദ്ദേഹത്തിന് വിദേശ രാജ്യത്തും ഉണ്ട്, തിരുവനന്തപുരത്ത് ഹോട്ടലുകളുണ്ട്. അദ്ദേഹത്തോട് ഇന്നലെ അറസ്റ്റ് ചെയ്ത ഒരു വ്യക്തി പറഞ്ഞത്, SMV സ്കൂളിൻ്റെ 1 മീറ്റർ വീതിയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വരെയുള്ള സ്ഥലം അദ്ദേഹത്തിന് മതിൽ കെട്ടി വേർതിരിച്ച് കൊടുക്കാൻ 1 കോടി രൂപ കൊടുക്കണം. 1 crore. ഇന്ന് രാവിലെ ഞാൻ ഫോണിൽ സംസാരിച്ചിട്ടാണ് മാധ്യമങ്ങളോട് പറയുന്നത്. ഞാൻ ആ വ്യവസായിയുടെ പേര് ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പറയുന്നില്ല, ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വ്യക്തിപരമായിട്ട് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം. ഇന്ന് രാവിലെ ഞാൻ പത്രസമ്മേളനത്തിന് മുമ്പ് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ 1 crore തന്നുകൂടെ എന്നാണ് ചോദിച്ചതെന്നാണ് എന്നോട് പറഞ്ഞത്. 1 മീറ്റർ SMV സ്കൂളിൻ്റെ സ്ഥലം നിങ്ങൾക്ക് മതിൽ കെട്ടിത്തരാം എന്ന് ഇതിലൊരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, മാധ്യമപ്രവർത്തകർ SMV സ്കൂളിൻ്റെ ചുറ്റുപാടുമുള്ള കടകളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കണം. SMV സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കടകളിൽ നിന്നൊക്കെ നിരന്തരം പണപ്പിരിവാണ്. ഇവിടുത്തെ PTA കമ്മിറ്റി പണപ്പിരിവാണത്. പണം കൊടുത്തില്ലെങ്കിൽ ബിസിനസ്സുകാരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടാണ് SMV സ്കൂളിലെ PTA കമ്മിറ്റി വർഷങ്ങളായി എടുക്കുന്നത്. ഈ കൂപ്പൺ അതിൽ ഒരു PTA മെമ്പറുടെ പ്രസ്സിലടിച്ചെന്നാണ് ഇന്നലെ രാത്രി നടത്തിയ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവിടെ തന്നെയാണ് SMV സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിരിവിനുള്ള എല്ലാ റെസിപ്റ്റും അടിക്കുന്നത്. അങ്ങനെ നഗരഹൃദയത്തിൽ വളരെ വലിയ പാരമ്പര്യം അവകാശപ്പെടാനുള്ള നമുക്കുടെയൊക്കെ തന്നെ അഭിമാനമായിട്ടുള്ള സ്കൂളിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു മാഫിയ തന്നെയാണ് ആ സ്കൂളിനെ നിയന്ത്രിക്കുന്നത്. അധ്യാപകരൊക്കെ ഭയന്നാണ് നിൽക്കുന്നത്. അവിടെ നമ്മുടെ ബഡ്ജറ്റ്, ഞങ്ങൾ ആ സ്കൂൾ നവീകരിക്കാൻ വേണ്ടി 1 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്, കോർപ്പറേഷൻ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അധ്യാപകരൊക്കെ ഭയന്നാണ് നിൽക്കുന്നത്. മാത്രമല്ല, ഈ സ്കൂളിൽ രാത്രി കാലങ്ങളിലൊക്കെ തന്നെ പല കാര്യങ്ങൾക്കും വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്നാണ്, ഈ PTA വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ഞാൻ കണ്ടപ്പോഴേക്കും അതിനകത്ത് നല്ല ഒരു തട്ടുകട നടത്തിയെന്ന് പറയുന്നുണ്ട്, അല്ലേ? മന്ത്രി ഇടപെട്ട് പൊളിച്ചു മാറ്റാൻ പറഞ്ഞത് സ്കൂളിനകത്ത് തട്ടുകട നടത്താൻ വേണ്ടി PTA അനുമതി കൊടുക്കുകയാണ് ഈ രാജ്യത്ത്. അപ്പോൾ നിങ്ങൾ അന്വേഷിക്കണം. 1 കോടി രൂപ സ്കൂളിൻ്റെ 1 മീറ്റർ വീതിയുള്ള സ്ഥലം മതിൽ കെട്ടി തിരിച്ചു കൊടുക്കാമെന്നൊരു വ്യവസായിട്ട് പറഞ്ഞു. നിങ്ങൾ ആ വ്യവസായിട്ട് ഇതിൻ്റെയൊക്കെ, അതായത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും.
24 മണിക്കൂറിനുള്ളിൽ, അതായത് ഐരാണിമുട്ടത്ത് ഉച്ചയ്ക്ക് ഒരു 2 മണിക്കാണ് 1:30-2 മണിക്കാണ് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പല ഭാഗങ്ങളിലും പാർക്കിങ്ങിൻ്റെ പേരിൽ നടക്കുന്ന ലക്ഷങ്ങളുടെ കൊള്ള നടത്തുന്ന 3 സംഭവങ്ങളാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇങ്ങനെ 100 കണക്കിന് അനധികൃത പാർക്കിംഗ് കേന്ദ്രങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ പ്രവർത്തിച്ചു വരികയാണ്. SMV സ്കൂളൊക്കെ ചോദിച്ചപ്പോൾ മുമ്പ് പൊങ്കാലയിടാൻ വരുന്നവരിതൊക്കെ 1000-2000 ഒക്കെ വാങ്ങുന്നുണ്ട്. ഇവരൊക്കെ തന്നെ തിരുവനന്തപുരത്തിന് പുറത്തുനിന്ന് വരുന്നവരായതുകൊണ്ടും അവർക്കൂടെ ലോക്കലി യാതൊരു ബന്ധവുമില്ലാത്തത് കൊണ്ടും ഭയം കൊണ്ടും എൻ്റെ പലരും പറയുന്നത് ഈ 750 രൂപ റെസിപ്റ്റ് എൻ്റെ തന്ന വ്യക്തിക്ക് തന്നെ ഭയമാണ്. പിറ്റേ ദിവസം അദ്ദേഹത്തിന് അവിടെ നിന്ന് പോകാൻ സാധിക്കുമോ, കാർ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമെന്നുള്ള ആശങ്കയാണ്. അപ്പോൾ മേയർ വന്ന് ചോദിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹം തന്നത്. ഇതിവിടെ SMV സ്കൂളിൽ അവർക്ക് ഈ സംഭവത്തിന് ശേഷം അവിടെ ബസ് ഇട്ടിരിക്കാൻ ഭയമാണ്. അപ്പോൾ അങ്ങനെ ഒരു നഗരത്തിന്, ഒരു പ്രദേശത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് 24 മണിക്കൂറിനുള്ളിൽ 3 സംഭവങ്ങളാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് ഈ തിരക്കിനിടെ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം കോർപ്പറേഷൻ തീരുമാനമെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നടക്കുന്ന മുഴുവൻ പാർക്കിംഗ് ഏരിയകളെക്കുറിച്ചും ഞങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കോർപ്പറേഷൻ്റെ ലൈസൻസിന് വിധേയമായിട്ട് മാത്രമേ പാർക്കിംഗ് ഏരിയകൾ അനുവദിക്കുകയുള്ളൂ. പാർക്കിംഗ് ഏരിയ ഉണ്ടെങ്കിൽ അതിനെ ഹൈക്കോടതിയൊക്കെ പറയുന്നുണ്ട്, അവിടെ വെള്ളം ഉണ്ടാകണം, വെളിച്ചം ഉണ്ടാകണം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ശൗചാലയങ്ങൾ ഉണ്ടാകണം, സെക്യൂരിറ്റി ഉണ്ടാകണം, കോർപ്പറേഷൻ ഫിക്സ് ചെയ്യുന്ന റേറ്റ് ആയിരിക്കണം. ഇതൊക്കെ ഉള്ള കേന്ദ്രങ്ങൾ മാത്രമേ അനുമതി കൊടുക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു 13 വർഷം മുമ്പ് ശബരിമലയിൽ ടോളിൻ്റെ പേരിലൊരു വലിയ പിരിവുണ്ടായിരുന്നു. ഞാനന്ന് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. ഞങ്ങളൊരു 15 ദിവസം കൊണ്ട് ആ ടോളിൻ്റെ പേരിലുള്ള കൊള്ള, രാഷ്ട്രീയ സമരവും ഹൈക്കോടതി സമീപിച്ചു. ഇന്നിപ്പോൾ അവിടെ ടോൾ പിരിവില്ല. അപ്പോൾ അതുകൊണ്ട് പാർക്കിങ്ങിൻ്റെ പേരിൽ പല സ്ഥലത്തും കൊള്ളകളാണ് നടക്കുന്നത്. ഒരു കാരണവശാലും തിരുവനന്തപുരം കോർപ്പറേഷനുള്ളിൽ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.